എന്ന ബോധ്യത്തോടെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അത് വളരെ എളുപ്പമാണ്. ഇപ്പം രണ്ട് സമീപനത്തിൽ പറഞ്ഞാലും ആസ്വദിച്ചേ വീട്ടുജോലി ചെയ്യാവൂ. അങ്ങനെ ആസ്വദിച്ച് ചെയ്യുന്നതിൻ്റെ ലക്ഷണവും കൂടി പറയാം. ചെയ്ത് കഴിയുമ്പോൾ ഒരു ഉന്മേഷം കൂടണം. ഒരു വീട്ടുജോലിയൊക്കെ ചെയ്ത് വേർത്ത് മാക്സിയൊക്കെ ഒന്ന് വേർത്ത് കുളിച്ചു, അപ്പോൾ ഒരു ഉന്മേഷം കൂടണം. അങ്ങനെ കൂടുമോ? ഞങ്ങൾക്കൊരു ഉദാഹരണം കാണിച്ചു തരാം. നിങ്ങൾ നോക്ക്, നിങ്ങൾക്കറിയാവുന്ന നിങ്ങളുടെ മക്കൾ ഇപ്പോൾ ക്രിക്കറ്റ് കളി കുട്ടികൾക്കൊക്കെ നല്ല ഉന്മേഷമുള്ളതാണ്. ഇപ്പം എല്ലാം കുറഞ്ഞു വരികയാണെന്ന് തോന്നുന്നുണ്ട്. ഏതായാലും നല്ല ഇഷ്ടമുള്ള സമയത്ത് ക്രിക്കറ്റ് കളിക്കുന്നത് നിങ്ങളൊന്ന് കണ്ടു നോക്ക്. കുട്ടികൾ സുബ്ഹാന റബ്ബി, ഏത് വെയിലായാലും കുഴപ്പമില്ല, മഴയായാലും കുഴപ്പമില്ല, 4 റണ്ണെടുക്കാൻ വേണ്ടി എമ്മാതിരി പാച്ചിലാണ് ഇവർ പറയുന്നത്. ഇങ്ങനെ തലങ്ങും വിലങ്ങും ഓടി. എന്നാൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവർക്ക് സങ്കടം ഉണ്ടോ? ഒരു 20 ഓവറോ 15 ഓവറൊക്കെ കഴിഞ്ഞ് 50 റണ്ണോ അല്ലെ 100 റണ്ണൊക്കെ എടുത്ത് കളി ഇത് അവസാനിക്കുമ്പോൾ അവരുടെ ഒരു ഉന്മേഷം എന്തോരു ഉന്മേഷമാണ്. ഈ ഉന്മേഷം എന്തുകൊണ്ടാണ്? അവർ ഈ മെനക്കെട്ടതിൻ്റെ പേരിൽ അവർക്ക് എന്തുകൊണ്ടാണ് ഉന്മേഷം? അവരത് ആസ്വദിച്ച് ചെയ്തു എന്നതാണ് അവരുടെ ഉന്മേഷത്തിൻ്റെ കാരണം. ഇത് മതി നമുക്കും. കാരണം എന്താ? ക്രിക്കറ്റ് കളിച്ചാൽ കൂലി കിട്ടുമെന്നൊന്നും വിശ്വസിക്കാൻ ഒരു വകുപ്പുമില്ല. ചിലപ്പോൾ ഉണ്ടാകാം. അതേസമയത്ത് അതിനേക്കാൾ ഉറപ്പുള്ളതാണ് നമ്മുടെ പണി. ഒരു ഗൃഹഭരണം എന്നത് നമ്മൾ പാചകം ചെയ്യുന്നു, വൃത്തിയാക്കുന്നു, അതുപോലെ പിന്നെ ഡ്രസ്സ് അയൺ ചെയ്യുന്നു, ഡ്രസ്സ് അലക്കുന്നു, അങ്ങനെ തുടങ്ങി ഒരു വീടിനെ കലാപരമായി ഭംഗിയായി കൊണ്ടു നടക്കുക എന്നത് മഹത്വമേറിയൊരു കലയാണ്. ആ ബോധ്യത്തോടെ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണെങ്കിൽ അവിടെ പ്രശ്നം ഉണ്ടാവില്ല. ഞാൻ കണ്ണൂർ ജില്ലയിൽ ഒരു സ്കൂളിലെ ഒരു പാരൻറ്റിങ് സെഷൻ കഴിഞ്ഞിട്ട് രക്ഷിതാക്കൾക്ക് ചോദിക്കാൻ അവസരം കൊടുത്തപ്പോൾ ലേഡീസ് സെഷനിൽ നിന്ന് രക്ഷിതാക്കൾ പറഞ്ഞു, ഒരു രക്ഷിതാവിൻ്റെ ചോദ്യം, ഞാൻ MSc സൈക്കോളജി കഴിഞ്ഞതാണ്, പോരാഞ്ഞിട്ട് വേറെയും ഇന്നാലിന്ന ആൾക്കാരുടെ ഇതൊക്കെ പങ്കെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നോട് ആ ഒരു ചോദ്യത്തിൽ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതുപോലെ ലൈഫ് സാധ്യമല്ല. ഞങ്ങൾ ഈ വീട്ടുപണി എല്ലാം എടുത്താലും സങ്കട ബാക്കി. ഞാൻ ചോദിച്ചു എന്തേ? ഈ പണിയെല്ലാം എടുത്ത് വൈകുന്നേരമായി ഭർത്താവ് വന്നാൽ ചോദിക്കുന്നു, നിനക്കിവിടെ എന്തേന്ന് പണിയുന്നു? എല്ലാ പണിയെടുത്ത് തളർന്ന ഇവരോടെ ചോദിക്കുന്നത്, എനിക്കിവിടെ വേറെ എന്തേന്ന് പണി? അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ അതൊരു വല്ലാത്ത പ്രയാസമാണ്. ഇവിടെ 2 കാര്യമുണ്ട്. വെറുതെ ഒരാൾ നിനക്കെന്താ ഇവിടെ പണിയെന്ന് ചോദിക്കൂല. ഇയാൾ വീട്ടിൽ വന്ന് ഒരു മീറ്റിങ്ങിന് പോകാനുണ്ട്, ഈ വേർത്തൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒരു ഡ്രസ്സ് അയൺ ചെയ്യാൻ നോക്കുമ്പോൾ അത് അയൺ ചെയ്തിട്ടില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്തിട്ടുണ്ട്, പക്ഷേ പ്രധാനപ്പെട്ട ഒരു പണി ബാക്കി. അയാളെ മീറ്റിംഗ് തുടങ്ങിയപ്പോൾ അയാൾക്ക് വെറുപ്പ് പിടിച്ചു. അയാൾ ചോദിച്ചു, എനിക്ക് ഇവിടെ എന്തായിരുന്നു പണി? അപ്പോൾ അങ്ങനെ ഒരു സമയം ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആകും. നിങ്ങൾ ടൈം മാനേജ് ചെയ്തിരുന്നെങ്കിൽ, ചെയ്യാനുള്ള എല്ലാ പണിയൊന്ന് നോട്ട് ചെയ്ത് ഇമ്പോർട്ടൻ്റ് ആയത് ആദ്യം ചെയ്ത് അങ്ങനെയാ ചെയ്യുന്നതെങ്കിൽ ഈ പ്രയാസം ഒന്നും ഉണ്ടാവില്ല. ഇനി രണ്ടാമത്തൊരു കാര്യം ഇവിടെ പറയാനുള്ളത്, നമ്മൾ എടുക്കുന്ന പണി, ആ പണി ഈ ചിന്തയോടെയാണ് എടുക്കുന്നതെങ്കിൽ, അഥവാ പ്രതിഫലം കിട്ടും എന്ന ബോധ്യത്തോടെയാണ് എടുക്കുന്നതെങ്കിൽ, അത് കഴിഞ്ഞാൽ പിന്നെ ടെൻഷൻ ഉണ്ടാവോ? ഒരു ടെൻഷനും ഉണ്ടാവില്ല. കാരണം മറ്റൊരാൾ കുറ്റം പറഞ്ഞാൽ അയാൾക്ക് പോയി. ഈ ചെയ്ത പണി നേരെയാണെങ്കിൽ അതിന് കൂലി ഉണ്ടാവില്ലേ? തീർച്ചയായും കൂലി ഉണ്ടാവും. മറ്റൊരാൾ നമ്മളെ കുറ്റം പറയുന്ന സമയത്ത് നമുക്കത് വെന്റിലേറ്റ് ചെയ്ത് ഒഴിവാക്കാൻ കഴിയും. നിങ്ങളെ ഒന്ന് എന്ത് ചെയ്യണം? ആത്മവിചാരണ ചെയ്യണം. ഞാൻ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എൻ്റെ പ്രതിഫലം എനിക്ക് കിട്ടുമോ? കിട്ടും. എനിക്ക് എൻ്റെ പ്രതിഫലം കിട്ടും. അതിന് മറ്റൊരാൾ എന്നെ ചീത്ത പറഞ്ഞതുകൊണ്ട് ഞാൻ ചെയ്ത പ്രതിഫലം ഇല്ലാതാവോ? ഇല്ല. പക്ഷേ നമ്മൾ പരസ്പരം സഹകരിച്ചൊരു കുടുംബ ബന്ധത്തിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് നാം ഇപ്പോൾ ഹസ്ബൻഡ് നമുക്ക് വേണ്ടി പുറത്തു പോയി ജീവിക്കുന്നു, പണിയെടുക്കുന്നു, ജോലി ചെയ്യുന്നു, ബിസിനസ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവരോടുള്ള ഒരു സപ്പോർട്ടീവ് മനോഭാവമാണ്, അല്ലെങ്കിൽ സപ്പോർട്ടീവായ നമ്മളൊരു ആക്ഷനാണ്, ഒരു പിന്തുണക്കുന്ന പ്രവർത്തന രീതിയാണ്. അവരുടെ ഡ്രസ്സ് നമ്മൾ അയൺ ചെയ്യുന്നു, നമ്മൾ അലക്കി കൊടുക്കുന്നു. അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച് അവരുടെ ഒരു മീറ്റിംഗ് മുടങ്ങാതിരിക്കാൻ നമ്മൾ കറക്റ്റ് സമയത്തിനത് ചെയ്തു വെക്കുന്നു. അങ്ങനെയും കൂടി ആയാൽ അത് ഭംഗിയായി. അപ്പോൾ ചെയ്യുന്ന സംഗതികൾ മറ്റൊരാളുടെ അംഗീകാരത്തിന് വേണ്ടിയോ മറ്റൊരാളുടെ പ്രശംസയ്ക്ക് വേണ്ടിയോ ചെയ്യുന്നതിന് പകരം ഞാൻ ഈ ചെയ്യുന്നതൊരു പുണ്യകർമ്മമാണ്, അതൊരു മഹത്തായ സാമൂഹ്യ സൃഷ്ടിപ്പാണ്, അതൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന മഹത്വമുള്ള ഒരു പണിയാണ് എന്ന ബോധ്യമുണ്ടെങ്കിൽ, അദ്ദേഹം വെറുതെ പറഞ്ഞതല്ല, ഒരു സമൂഹം രൂപപ്പെടുന്നത് എങ്ങനെയാ? ലോകത്ത്
സമൂഹങ്ങളെക്കുറിച്ചുള്ള ഒരുപാട് കണക്കെടുപ്പുകൾ നടന്നത് കാണാം. ഒരു സമൂഹത്തിന് എപ്പോഴാണ് സമൂഹം ഏറ്റവും ഉന്നതരാകുന്നത്? അവർ പരസ്പരം മുഷിഞ്ഞ മനസ്സില്ലാതെ ജീവിക്കുമ്പോഴാണ്. പരിശുദ്ധ ഖുർആൻ മുസ്ലിമീങ്ങളോട് പറഞ്ഞു, ലാ തഹിനു വലാ തഹ്സനു, നിങ്ങളിങ്ങനെ മുഷിഞ്ഞും ദുഃഖിച്ചൊന്നും ജീവിക്കരുത്. അതൊരിക്കലും പറ്റില്ല. ജീവിതത്തിൽ ഉയരവും താഴ്ചയും കയറ്റവും ഇറക്കവും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഏത് ഘട്ടത്തിലും മുഷിപ്പുണ്ടാകരുത്. മുഷിപ്പില്ലാതെ ജീവിക്കാൻ നിങ്ങൾ പഠിക്കണം. അതാണ് മനുഷ്യന്റെ ജീവിതത്തിലെ ഉത്തരവാദിത്വം. ഇത് മനസ്സിലാക്കി ജീവിക്കണമെന്ന ഖുർആൻ പറയുന്നത്. അത് സാധിക്കണമെങ്കിൽ അതിനേറ്റവും കൂടുതൽ അതിൻ്റെതായ ഉത്തരവാദിത്വം, അക്കൗണ്ടബിലിറ്റി നിർവഹിക്കാൻ പറ്റുന്ന ഏറ്റവും മഹത്വമുള്ളവരാണ് ഗൃഹനാഥയായി ജീവിക്കുന്നവർ. അതിൽ പുരുഷന്മാരോട് നമുക്ക് പറയാനുള്ളത്, ഇവിടെ പുരുഷന്മാർ കുറവായതുകൊണ്ട് വിശദീകരിച്ച് പറയാൻ പറ്റില്ല. പുരുഷന്മാരോട് പറയാനുള്ളത്, സ്ത്രീകൾക്ക് പിന്തുണ നൽകുക, നല്ല കെയറിങ് നൽകുക, അവർക്ക് നല്ല സപ്പോർട്ട് നൽകുക, അവരെ കൂടെ നമ്മൾ നിൽക്കുക, അവരുടെ പക്ഷത്തു നിന്നുള്ള നന്മകളെയെല്ലാം അംഗീകരിക്കുകയും അവർക്ക് പിന്തുണ നൽകുകയും പ്രോത്സാഹനം നൽകുകയും ചെയ്യുക. തിന്മ ഉണ്ടാകുന്ന സമയത്ത് ബഹളം വെക്കാതെ, അവരെ ചീത്ത വിളിക്കാതെ, അവരെ ആക്രമിക്കാതെ, പകരം അവരോട് ക്ഷമിക്കുക. തിന്മകൾ ചെയ്യാൻ മുതിരുന്ന സമയത്ത് അതിന് അഴകുഴമ്പൻ നയം സ്വീകരിക്കുന്നത് ഒരുതരം തകർക്കലാണ്. ഒരുതരം കാല് വെച്ച് തള്ളിയിടുക എന്നാണ് നമ്മളെ ഈ ഒക്കെ പറയാം. ഒരാൾ നടക്കുമ്പോൾ കാല് വെച്ച് തള്ളിയിടും പോലെയാണ്. ഒരു തിന്മ കാണുമ്പോൾ മിണ്ടാതിരിക്കുക, അതല്ല വേണ്ടത്. തിന്മ കാണുമ്പോൾ നോ, അതിന് ഞാനില്ല എന്നൊരു ഭർത്താവ് പറയണം. ഒരു തിന്മയുമായി ബന്ധപ്പെട്ട് ഭാര്യ മുന്നോട്ട് പോകുമ്പോൾ അതിന് കുടുംബം കലഹം വേണ്ട, കലഹിക്കണ്ട. പകരം നോ എന്ന് പറഞ്ഞു. നോ എന്ന് പറയാന്ന് പറഞ്ഞാൽ ഞാനതിനില്ല, ഇതിന് എൻ്റെ സപ്പോർട്ടില്ല, ഇതിന് എൻ്റെ പിന്തുണയില്ല. കുറച്ച് മതബോധമുള്ള ഒരാളാണെങ്കിൽ എന്തുകൂടി പറഞ്ഞാൽ മതി, ആഖിറത്തിലെത്തിയാൽ ഈ വിഷയത്തിൽ ഞാൻ ഒഴിവായിരിക്കും, ഞാൻ പിന്തുണക്കൂല എന്ന് പറഞ്ഞാൽ മതി. പരസ്പരം വൈകാരികതയില്ലാതെ എന്ന് പറഞ്ഞാൽ അവരെ ചീത്ത വിളിക്കുക, അസഭ്യം പറയുക, തെറി പറയുക, അങ്ങനെ വൈകാരികമായി പറയാതെ നോർമലായിട്ട് സംസാരിച്ച് ശീലിക്കുക. ദേഷ്യപ്പെട്ട് സംസാരിക്കാതിരിക്കുക, മുഷിഞ്ഞ് സംസാരിക്കാതിരിക്കുക. നല്ല നോർമലായിട്ട് അവരോട് പറയാണ് ചെയ്യേണ്ടത്. ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുന്നു. കൂടുതലും സഹോദരിമാരായതുകൊണ്ട് ഒറ്റപ്പെട്ട സഹോദരന്മാരെ തൽക്കാലം കണ്ടില്ല എന്ന് നരിച്ച് ഞാൻ അവരുടെ ഭാഗത്തുകൂടെ വിഷയം അവതരിപ്പിക്കും. അപ്പോൾ എന്തു വേണം? നമ്മുടെ ഈ ഗൃഹഭരണം നല്ലതായാൽ പിന്നെ ഈ കുട്ടികളോട് ദേഷ്യപ്പെടൽ കുറയും. അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് 7 മണിക്ക്, ഇവിടെ എത്ര മണിക്കാണ്? 6:45 മദ്രസയിലെത്തണം. 6:45 മദ്രസയിലെത്തണമെങ്കിൽ ഒരു 10 മിനിറ്റ് മുമ്പെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട വീട് അധികവും ഈ പരിസരത്ത് ഉണ്ടാകുക. 10 മിനിറ്റ് മുമ്പേ ഇറങ്ങണമെങ്കിൽ അതിൻ്റെ ഒരു 5 മിനിറ്റ് മുമ്പെങ്കിലും ഡ്രസ്സ് ഇടൽ നടക്കണം. അത് നടക്കണമെങ്കിൽ ചിലപ്പോൾ ഒരു കട്ടനൊക്കെ കുടിച്ചു വരുന്ന വീടാണെങ്കിൽ കട്ടനൊക്കെ കുടിച്ചിട്ടേ ആവും. ചില മദ്രസയിലൊക്കെ കുട്ടികളെ പല്ലും കൂടി തേക്കാണ്ടെങ്കിൽ പറഞ്ഞു വെച്ചോളൂ. ഇവിടെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. എന്ത് ചെയ്യരുത്, അങ്ങനെയൊന്നും അയക്കരുത്. കുറച്ച് നേരത്തെ ഒന്ന് എഴുന്നേൽപ്പിച്ച് എന്നിട്ട് അയക്കണം. അതിന് കുറച്ച് നേരത്തെ അവരെ എഴുന്നേൽക്കണമെങ്കിൽ നിങ്ങൾ സുബഹി നിസ്കരിച്ച് പിന്നെയും കിടക്കരുത്. സുബഹി നിസ്കരിച്ച് കിടക്കുന്ന നിങ്ങൾക്ക് ബറക്കത്തും ഉണ്ടാവില്ല, ആരോഗ്യം ഉണ്ടാവില്ല. 2 കാര്യം, അതായത് രാത്രി ഭക്ഷണം വൈകി കഴിക്കുകയും രാവിലത്തെ ഭക്ഷണവും വൈകി കഴിക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ സുബഹി നിസ്കരിച്ച് നിങ്ങൾ ഉറങ്ങുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളെപ്പോഴും ആശുപത്രി ഏതെങ്കിലും ഒന്ന് കണ്ടുവച്ചേക്ക്. എപ്പോഴും കണ്ണൂർ മിംസോ അല്ലെങ്കിൽ കോഴിക്കോട് മിംസോ ബേബിയോ ഏതാ വേണ്ടതെന്നുള്ളത് നേരത്തെ തന്നെ കണ്ടുവെച്ച നല്ലതാണ്. അതല്ല, നിങ്ങൾക്ക് നല്ലോണം പോകണമെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യരുത്. രാവിലെ നേരത്തെ എഴുന്നേൽക്കുക, പ്രാതൽ നേരത്തെ കഴിക്കുക, അഥവാ ബ്രേക്ക്ഫാസ്റ്റ് നേരത്തെ കഴിക്കുക, ഡിന്നറും നേരത്തെ കഴിക്കുക. എന്നാൽ ആരോഗ്യത്തിനേറെ ഗുണമുണ്ടാവും. സ്വഭാവവും നന്നാവും കേട്ടോ. സ്വഭാവം നന്നാകും. സംശയമുണ്ട് ചോദിച്ചാൽ അന്നേരം പറയാം. അപ്പോൾ ഇതിനൊക്കെ ഉപകരിക്കും. അപ്പം മക്കൾ നേരത്തെ വരണമെങ്കിൽ നമ്മളെന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ തന്നെ ഈ ശൈലിക്കാരാകണം എന്ന് മാത്രമല്ല, അപ്പോൾ ഒരു ചോദ്യം ഉണ്ടാവും, ഉസ്താദേ, ചോദ്യങ്ങൾക്ക് എഴുതി ചോദിക്കുകയൊക്കെ ചെയ്യട്ടോ. പിന്നെ ഈ മക്കളെ നേരത്തെ ഒന്ന് എണീപ്പിക്കാൻ എന്താ ചെയ്യേണ്ടത്? എത്ര വിളിച്ചിട്ടും എണീക്കുന്നില്ല. ഞാൻ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്താ? എത്ര വിളിച്ചിട്ടും എണീക്കുന്നില്ല. നിങ്ങളെ വിളിയിൽ അങ്ങനെ ഉണ്ടാവുന്ന ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. വിളിക്കുമ്പോൾ തന്നെ നിങ്ങളെ മനസ്സിലെന്താണ്? അതായത് മോളെ വിളിക്കുകയാണ്, ഫാത്തിമ എന്ന് വിളിക്കുകയാണ്. ഫാത്തിമ ഇങ്ങനെയാണോ വിളിക്കുക? അവ അതിന് സൗണ്ട് മോഡുലേഷൻ നോക്കിയാൽ മതി. ഫാത്തിമ, അവിടെ തന്നെ ഉണ്ടാവും നിങ്ങളെ വെറുപ്പും നിങ്ങളെ ആ പ്രതീക്ഷക്കുറവും എല്ലാം അതിലുണ്ടാവും. നിങ്ങളാ അസ്വസ്ഥത ഉണ്ടല്ലോ, ഇവിടെ നിങ്ങളോട് ഇങ്ങനെ പതഞ്ഞു പോകുന്നത് കാണാം. ആ വിളിയുടെ ശബ്ദത്തിലുണ്ടാകും, ആ സൗണ്ട് മോഡുലേഷനിൽ തന്നെ ഉണ്ടാകും നിങ്ങളുടെ ഒരു തരം ആ സാധനം. ഇതെവിടുന്ന ഉണ്ടായത്? നിങ്ങൾ നേരത്തെ എണീച്ചിട്ടുണ്ടാവില്ല,
നിങ്ങൾ സുബഹിക്ക് എണീച്ച് പിന്നെ ഒന്നും കൂടി കിടന്നിട്ടുണ്ടാവും. അതേസമയം നേരത്തെ ഉറങ്ങി രാത്രി ഭക്ഷണം എപ്പോഴും, ഡിന്നർ എപ്പോഴും നല്ലത് മഗ്‌രിബിന് മുമ്പോ മഗ്‌രിബിന് തൊട്ട് ശേഷമാണ് നല്ലത്. ആ സംസ്കാരം പ്ലാൻ ചെയ്ത് കൊണ്ടുവരണം. പെട്ടെന്ന് ഇന്ന് രാത്രി വന്നിട്ട് ഭർത്താവിനോട് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നടന്നോളന്നില്ല. അതേസമയം നമ്മളത് പ്ലാൻ ചെയ്ത് അത് ഉൾക്കൊണ്ട് പറഞ്ഞാൽ നല്ലതാ. അല്ലെങ്കിൽ ഭയങ്കര തെറ്റുമായിട്ടത് മാറും. എന്താ, ഇന്ന് ബ്ലോക്ക് വരാനും സ്ട്രോക്ക് വരാനും ഒരു വക അസുഖം വരാൻ, ഇപ്പം എനിക്ക് അത് സംസാരിക്കാനുള്ള സമയമല്ലാത്തതുകൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല. പക്ഷേ ഞാൻ ബോധപൂർവമാണ് പറയുന്നത്. സ്ട്രോക്കും ബ്ലോക്കും അതുപോലെ കൊളസ്ട്രോൾ കൂടാനും ഷുഗർ കൂടാനും ഒക്കെ കാരണമാകാൻ സാധ്യതയുള്ള ഒരു രീതിയാണ് രാത്രി ഭക്ഷണം വൈകി കഴിക്കുന്നത്, രാവിലത്തെ ഭക്ഷണം വൈകുന്നത്. ഞാനത് വെൽനസ്സുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന ചില വീഡിയോകൾ ചിലപ്പോൾ എൻ്റെ ചാനലിൽ കാണും. നിങ്ങളത് പറ്റുമെങ്കിൽ കേൾക്കണം. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ അങ്ങനെയുള്ള വലിയ രോഗത്തിന് ഇപ്പം നമ്മൾ സ്വീകരിക്കുന്ന ചികിത്സാ രീതികൾ എന്തൊക്കെയാണ്? പൊതുവേ ആരോഗ്യ മേഖലയിൽ ഞാൻ മെഡിക്കേഷൻ എതിരാണെന്ന് തെറ്റിദ്ധരിക്കരുത്. മെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ ചികിത്സക്ക് എതിരാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ചികിത്സിക്കണം എന്നാണ് നബിതങ്ങൾ പഠിപ്പിച്ചത്. പക്ഷെ ചികിത്സിക്കുമ്പോൾ ഏറ്റവും നല്ല ചികിത്സിക്കണം എന്നാണ് എൻ്റെ ആദർശം. ഞാൻ അത് പിന്തുടരുന്ന ആളാണ്. അതോടുകൂടെ ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ സ്ട്രോക്ക് വന്നാൽ അല്ലെങ്കിൽ ബ്ലോക്ക് വന്നാൽ എന്താ ചെയ്യുന്നത്? ആൻജിയോപ്ലാസ്റ്റ് ചെയ്യുന്നു. ആൻജിയോപ്ലാസ്റ്റ് എന്താ? നിങ്ങളൊരു യൂട്യൂബ് വീഡിയോ എടുത്ത് നോക്ക്, ആൻജിയോപ്ലാസ്റ്റ് എന്ന് അടിച്ചു നോക്ക്. ഇംഗ്ലീഷിലോ മലയാളത്തിലോ മംഗ്ലീഷിലോ തമിഴിലോ തെലുങ്കിലോ എന്തിലും വേണമെങ്കിലും കിട്ടും. നിങ്ങൾ എടുത്തു നോക്ക്. എന്താ ചെയ്യുന്നത്? നിങ്ങളെ ബ്ലഡ് വെസൽസിൽ, രക്തധമനികളിൽ ഈ യെല്ലോ ഫാറ്റ് വന്ന് ലോഡായത്, അതുപോലെ നിരവധി 1, 2, 3 കാരണങ്ങൾ ഒന്നിച്ചു വന്നാൽ അവിടെയാണ് ഈ ബ്ലോക്ക് വരുന്നത്. ഈ ബ്ലോക്ക് നീക്കാൻ വേണ്ടി അവിടത്തേക്ക് ത്രെഡ് ഇടുന്നു, അത് വികസിപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി വെക്കുന്നു. ഈ യെല്ലോ ഫാറ്റ് ഇവിടെ കൊണ്ടുവെക്കുന്ന പ്രവണത അത് ശരീരം നിർത്തിയോ? ഇല്ല. ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ തന്നു, നീ വീട്ടിൽ പോകുമ്പോൾ ഇത് കഴിച്ചട്ടോ. എത്ര, ഒരാഴ്ചയാണോ? അല്ലല്ല, ഒരു 3 മാസം കഴിഞ്ഞിട്ട് പോവാ. 3 മാസം കഴിഞ്ഞാൽ ഇനിയൊരു 3 മാസം കൂടി കഴിഞ്ഞിട്ട് പോവാ. ഇനിയൊരു 3 മാസം കഴിഞ്ഞിട്ട് വരുമ്പോൾ 2 ഗുളികയും കൂടി ഇത് കുറച്ച് സ്ഥിരമായിട്ട് ഇരുന്നോട്ടെ. നിർത്തുന്ന പരിപാടി ഇനിയില്ല. അപ്പോൾ പിന്നെ എന്തായിരുന്നു വേണ്ടത്? ബോഡിയിൽ യെല്ലോ ഫാറ്റ് വരാതിരിക്കാൻ ബ്ലഡിൻ്റെതായ ഡൈല്യൂഷൻ, ബ്ലഡ് നേർപ്പിച്ച് നിശ്ചിതമായ അളവിലേക്ക് കൊണ്ടുവരണം. അതിന് ബോഡി തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന നൈട്രിക് ഓക്സൈഡ് എന്ന് പറയുന്ന ആസിഡ് ഉണ്ട്. ഇത് ശരീരം കറക്റ്റ് അളവിൽ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ നമ്മുടെ ആരോഗ്യസ്ഥിതി എന്തായിരിക്കണം? ഏത് തരത്തിലുള്ള ഭക്ഷണമാണ് കഴിക്കേണ്ടത്? ഇങ്ങനെയൊക്കെ വിഷയങ്ങളുണ്ട്. അതിൽ ഞാൻ ചുരുക്കി 2-3 വാക്കുകളിൽ ചുരുക്കി പറയാം. ശ്രദ്ധിക്കേണ്ടത്, കഴിക്കുന്ന ഭക്ഷണത്തിലെ കണ്ടന്റ് ശ്രദ്ധിക്കാം. ധാന്യങ്ങളും ലീഫുകളും ധാരാളം കഴിക്കുക. ആവശ്യത്തിന് ആഴ്ചയിൽ 1 തവണയോ 2 തവണയോ നന്നായിട്ട് നല്ല തരം മീറ്റ്, മാംസം കഴിക്കുക. അതുപോലെ പിന്നെ വെള്ളം നമ്മുടെ ശരീരത്തിൻ്റെ അളവിനനുസരിച്ച്, അഥവാ 25 കിലോക്ക് 1 ലിറ്റർ എന്ന രീതിയിൽ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട്, അഥവാ ക്ലെൻസിങ്ങും മറ്റുമൊക്കെ ആവശ്യമുള്ള ഒരു സമയമാണെങ്കിൽ 20 കിലോക്ക് 1 ലിറ്റർ എന്ന രീതിയിൽ വെള്ളം 24 മണിക്കൂറിനിടയിൽ കുടിക്കുക. അപ്പോൾ 1 ഫുഡിൻ്റെ കണ്ടന്റ്, 2 വാട്ടർ ക്വാണ്ടിറ്റി, വെള്ളത്തിൻ്റെ അളവ്, 3 ടൈമിംഗ്, അഥവാ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും നേരത്തെ കഴിക്കുക. അത് തന്നെ കറക്റ്റ് അളവിലും ആവുക. കറക്റ്റ് അളവിലാകുക എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ ഇനിയും കഴിക്കാം എന്ന് തോന്നുന്ന, കഴിക്കാം എന്ന് പറഞ്ഞാൽ ഒരു വിരലിൻ്റെ ചാൻസും കൂടി ഉണ്ട് എന്നുള്ള ആ അർത്ഥത്തിലല്ല, മറിച്ച് വയറ്റിൻ്റെ 1/3. ഒരാൾ ഇങ്ങനെ പറഞ്ഞിട്ട് ഇതെന്താ 1/3 ആയിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞിരുന്നു, വെച്ച ചെമ്പിന് ഇനിയുണ്ട് 1/3 ആകാൻ ബാക്കിയെന്ന്. വെച്ച ചെമ്പിൻ്റെ 1/3 കഴിക്കുന്ന നമ്മുടെ വയറിൻ്റെ 1/3 അങ്ങനെ കഴിക്കണം. അതിൽ 4 ഭക്ഷണം കഴിഞ്ഞിട്ട് ഞാനൊന്നും കഴിക്കുന്നില്ല എന്ന് പറയുന്ന ആ ഒരു ശൈലിയാകരുത്. അതായത് രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ 4 ബ്രെഡും അതുപോലെ പിന്നെ ചായയും ഇതൊക്കെ കുടിച്ചു. 8:30 നാസ കഴിച്ചു. നാസക്ക് 6 ദോശയും ഇതും. അത് കഴിച്ച് 11 മണിയായപ്പോൾ ഒരു കഞ്ഞി. അത് കഴിഞ്ഞിട്ട് 12 മണിയാകുമ്പോൾ 2 പ്ലേറ്റ് ചോറ്. അത് കഴിഞ്ഞിട്ട് 3 മണിയാകുമ്പോൾ വേറൊരു കടിയും ചായയും. മഗ്‌രിബാകുമ്പോൾ വേറൊരു ചായ. പിന്നെ ഇഷ ആകുമ്പോൾ വേറൊരു ഭക്ഷണം. ഇങ്ങനെയെല്ലാം കഴിച്ചിട്ട് ഞാനൊന്നും കഴിക്കില്ല എന്ന് പറയുന്ന ആ ശൈലിയാകുന്നതിന് പകരം ആവശ്യമുള്ള അളവിൽ കഴിക്കുന്ന രീതിയാണെങ്കിൽ ആരോഗ്യത്തിന് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. നല്ല ആഫിയത്തിൽ സന്തോഷത്തിൽ ജീവിക്കാം. അപ്പം ഞാൻ അതിപ്പോൾ പാടം നിർത്തിവെച്ചിട്ട് പറയട്ടെ. മക്കളെ നേരത്തെ എഴുന്നേൽപ്പിക്കാൻ എന്താ ചെയ്യേണ്ടത്? എഴുന്നേൽപ്പിക്കാൻ നമ്മൾ ചെയ്യേണ്ടത്
മക്കളോട് രാവിലെ സുബഹിക്ക് എഴുന്നേൽക്കുന്ന ആ സമയത്തല്ല എഴുന്നേൽക്കാൻ പ്ലാനിങ് വരേണ്ടത്. പിന്നെ തലേ ദിവസം മറ്റൊരു സമയത്ത്, ഒരു വൈകുന്നേരമോ മറ്റോ ഒരു സമയത്ത് അപ്പോൾ കുട്ടികളോട് സംസാരിക്കണം. മോനെ, നമ്മൾ മദ്രസയിൽ നേരത്തെ പോകണം, അതിന് മോൻ എത്ര മണിക്ക് എഴുന്നേൽക്കണം? മോന് പറഞ്ഞു കൊടുക്കുക. ഇതാ 6:45 എത്തണമെങ്കിൽ നമ്മൾ സുബഹി വാങ്ങി ഇപ്പോൾ കൊടുക്കുന്നത് ഒരു 5:02 ആ ഒരു റേഞ്ചിലാണ് ഇപ്പം ഇങ്ങനെ വരുന്നത്. 5:02 ആ ഒരു 10ന്റെ താഴെയായിട്ട്. അപ്പോൾ വാങ്ങു കൊടുത്താൽ ഒരു 10-20 മിനിറ്റിൻ്റെ ഉള്ളിൽ നിസ്കരിക്കുന്ന രീതിയിൽ, അതായത് ആൺകുട്ടികളൊക്കെ ആണെങ്കിൽ പള്ളിയിൽ ജമാഅത്തിന് പോകുന്ന രീതിയിൽ മക്കൾ നിസ്കരിക്കും. ഞാനിത് പറയുമ്പോൾ ഒരു കൗതുകമായിട്ടൊന്നും കാണണ്ട. നമ്മൾ ആകെ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? അവർക്ക് ഒരു വീട്ടിലൊരു സ്റ്റാർ സിസ്റ്റം ഏർപ്പെടുത്തുക. സ്റ്റാർ സിസ്റ്റത്തിൽ മക്കൾ ചെയ്താൽ എന്തൊക്കെ ചെയ്താലാണ് സ്റ്റാർ കിട്ടുക എന്നുള്ളത് ഒരു A4 രേഖപ്പെടുത്തുക. നിങ്ങളത് സ്റ്റാർ സിസ്റ്റം എന്ന പേരിൽ ഒരു വീഡിയോ കിട്ടും. ഇൻഷാ അല്ലാഹ് ചിലപ്പോൾ ഈ പറയുന്ന ക്ലാസ് തന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റിയാൽ ചെയ്തേക്കും. ആവശ്യമുള്ളവർക്ക് അത് കണ്ടു നോക്കാം. അപ്പോൾ ഈ സ്റ്റാർ സിസ്റ്റം എങ്ങനെ ചെയ്യണമെന്ന് ഞാനതിൽ പറയുന്നുണ്ട്. ആ സിസ്റ്റത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയാൽ തന്നെ അവരെല്ലാം ചെയ്യും. ഇരിക്കട്ടെ, ഈ സുബഹിക്ക് എഴുന്നേൽക്കേണ്ടത് എപ്പോൾ, അതുപോലെ എഴുന്നേറ്റിട്ട് എന്തൊക്കെ ചെയ്യണം, അത് കഴിഞ്ഞിട്ട് മദ്രസയിൽ പോകാൻ വേണ്ടി പിന്നെ ഇത് കുളിക്കേണ്ടത് അല്ലെങ്കിൽ ഫ്രഷ് ആകേണ്ടത് എപ്പോൾ, ഡ്രസ്സ് ഇത് ചെയ്യേണ്ടത് എപ്പോൾ, ഇതെല്ലാം ഒന്ന് പ്ലാൻ ചെയ്യാം. ഇതെല്ലാം പ്ലാൻ ചെയ്തിട്ട് മക്കളോട് ചോദിക്കണം, മോൻ അല്ലെങ്കിൽ മോൾ ഇത് ചെയ്യാൻ ഞാൻ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യേണ്ടത്? ഉമ്മ വിളിച്ചാൽ മതി. അപ്പോൾ വിളിച്ചിട്ട് എഴുന്നേറ്റിട്ടില്ലെങ്കിലോ? അപ്പോൾ ഒന്നും കൂടി വിളിച്ചാൽ മതി. അപ്പോൾ 2 വട്ടം വിളിച്ചിട്ട് എഴുന്നേറ്റിട്ടില്ലെങ്കിലോ? 3 വട്ടം വിളിച്ചോ. എന്നിട്ട് എഴുന്നേറ്റില്ലെങ്കിൽ ഉമ്മ എന്നൊന്ന് അടിച്ചോ. എവിടെയാണ് അടിക്കേണ്ടത്, എങ്ങനെ അടിക്കേണ്ടത്? അപ്പോൾ അവരോട് കൂടെ ചർച്ച ചെയ്ത് തീരുമാനം എടുത്താൽ പിന്നെ പിന്മാറരുത് കേട്ടോ. പിന്നെ നിങ്ങളും അവരും തമ്മിൽ ദേഷ്യമില്ലാതെ ഈ വിഷയം നടപ്പിലാക്കി ശീലിക്കുക. അങ്ങനെയാകുമ്പോൾ മക്കൾ ഒരു കുറഞ്ഞ ദിവസം കൊണ്ട് ഒരു ജീവിത ശൈലി രൂപപ്പെടും. അങ്ങനെ ചെയ്താലോ മക്കൾ സുഖമായിട്ട് കാര്യങ്ങൾ നടക്കും. ഞാൻ പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് ഭാഗത്ത് ഒരു സ്ഥാപനത്തിൽ വെച്ച് പാരൻസിന് വിഷയം അവതരിപ്പിക്കുമ്പോൾ ഇത്